ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഈ സർക്കിളിൻ്റെ തന്നെ ആദ്യത്തെ 4 മെത്തേഡ്, അതായത് സെൻറ്റർ റേഡിയസ്, സെൻറ്റർ ഡയമീറ്റർ, 2 പോയിന്റ്, 3 പോയിന്റ്, ഈ മെത്തേഡുകൾ ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് എല്ലാവരും ഒന്ന് റെഫർ ചെയ്തേക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ഈ ലാസ്റ്റത്തെ 2 മെത്തേഡ്, അതായത് ടാൻ റേഡിയസ് എന്നുള്ള മെത്തേഡും ടാൻ എന്നുള്ള മെത്തേഡുമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം അടുത്ത മെത്തേഡാണ് ടാൻ റേഡിയസ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു 2 ലൈനുകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ലൈനുകൾ നമുക്ക് ടാൻജന്റ് ആയിട്ട് വരുന്നത്, അതായത് ടാൻജന്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം. ഇപ്പോൾ ഒരു നമ്മൾ ലൈൻ എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ ഈ സർക്കിൾ ആണെങ്കിൽ ഈ സർക്കിളിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് മാത്രമേ ആ ഒരു ലൈൻ പോകാവുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രമേ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാവുള്ളൂ, 2 പോയിന്റുകൾ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് നമുക്ക് വരയ്ക്കണമെങ്കിലാണ് ഈ ടാൻജന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ലൈൻ 2 ലൈൻ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈനും വരച്ചു. ഓക്കെ, അപ്പോൾ ഈ 2 ലൈനുകൾ ടാൻജന്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്കൊരു സർക്കിൾ വേണം. അവിടെ നമ്മൾ മൂന്നാമത്തെ ഇൻപുട്ടായിട്ട് അവിടെ കൊടുക്കുന്നത് റേഡിയസ് എന്നുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം സർക്കിൾ എന്നുള്ള ഓപ്ഷൻ സി ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. എന്നിട്ട് ഇവിടെ ടാൻ റേഡിയസ് എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ട്, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ അവർ ആദ്യം ചെയ്യും സ്പെസിഫൈ പോയിന്റ് ഓൺ ഒബ്ജക്റ്റ് ഫോർ ഫസ്റ്റ് ടാൻജന്റ്. അപ്പോൾ നമ്മൾ ഈ ലൈനെ ഫസ്റ്റ് ടാൻജന്റ് ലൈനായിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ടാൻജന്റ് സിമ്പിളാണ്, ഈ ഒരു സിമ്പിൾ അവിടെ സ്ക്രീനിൽ കാണുന്നത്. ഞാനിത് ഫസ്റ്റ് ടാൻജന്റ് ലൈനായിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ അടുത്ത് ചോദിക്കും സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ് ഓഫ് ടാൻജന്റ് ലൈൻ. ഞാൻ ഈ ലൈനെ സെക്കൻഡ് ടാൻജന്റ് ആയിട്ട് കാണിച്ചു കൊടുത്തു. അടുത്ത അവർ ചോദിക്കുന്നത് സ്പെസിഫൈ റേഡിയസ് ഓഫ് സർക്കിൾ എന്ന്. അപ്പോൾ നമ്മളിവിടെ സെൻട്രൽ പോയിന്റ് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എനിക്കൊരു 100 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് വേണ്ടത്. 100 എന്ന് ടൈപ്പ് ചെയ്തു എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ 2 ലൈനും ടാൻജന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള 50 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ എവിടെയാണോ വരാൻ സാധ്യതയുള്ളത് ആ പോയിന്റിലായിരിക്കും ഇതിന്റെ സെന്റർ വരുന്നത്. അതായത് ഇപ്പൊ ഈ നമ്മൾ മെഷർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 100 ആയിരിക്കും. അതുപോലെ ഈ 2 ലൈനിന് ടാൻജന്റ് ആയിട്ടായിരിക്കും ഈ സർക്കിൾ വരുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, സെന്റർ എന്ന് പറയുന്നത് ഈ പോയിന്റിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇതിപ്പോ നമ്മൾ 100 എന്നുള്ള ഒരു വാല്യൂ കൊടുത്തേക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഇപ്പൊ ഞാൻ വീണ്ടും സി ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. ടാൻ റേഡിയസ് എന്നുള്ള എടുത്തു. ഫസ്റ്റ് ടാൻജന്റ് ആയിട്ട് ഈ ഒരു ലൈനും സെക്കൻഡ് ടാൻജന്റ് ഈ ലൈനും കൊടുത്തു. എന്നിട്ട് ഇതിന്റെ റേഡിയസ് ഞാനിപ്പോ ഒരു 25 കൊടുത്തെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഞാൻ ഈ ഒരു സർക്കിൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇനിയിപ്പോ ഈ ലൈനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ എക്സ് ടൈപ്പ് ചെയ്ത് ഡബിൾ എൻ്റർ അടിച്ചു. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജോയിൻ ചെയ്ത് എടുക്കുവാണെങ്കിൽ ഇതാണ്ടേ ഈ രീതിയിലായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അതായത് 25 റേഡിയസ് ഉള്ള ഒരു സർക്കിള് ഈ 2 ലൈനും ടാൻജന്റ് ആയിട്ട് വരണമെങ്കിൽ ഈ രീതിയിലായിരിക്കും നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ആൻഡ് ഈ രീതിയിൽ കിട്ടും. ഈ 2 ലൈനുകളും ഈ സർക്കിളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അതുപോലെ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 25 ആണ്. ഇതിന് വരപ്പോൾ നമ്മൾ സർക്കിൾ എടുത്തു, ടാൻ റേഡിയസ് എടുത്തു. ഫസ്റ്റ് ടാൻജന്റ് ആയിട്ട് ഈ ലൈനും സെക്കൻഡ് ടാൻജന്റ് ഇതും കൊടുത്തു. റേഡിയസ് നമ്മൾ കുറച്ചുകൂടെ കൂട്ടുകയെന്ന് വെച്ചു. ഒരു 50 കൊടുക്കുവാണെങ്കിൽ ആ സർക്കിൾ ഇങ്ങോട്ട് നീക്കി വരും. ഇപ്പൊ ഇത് തന്നെ ഇപ്പം ഫസ്റ്റ് ടാൻജന്റ് ഇതും സെക്കൻഡ് ടാൻജന്റ് ഇതും കൊടുത്തു. റേഡിയസ് നമ്മളൊരു 200 കൊടുക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ 200 റേഡിയസ് ഉള്ള സർക്കിൾ എവിടെയാണോ വരാൻ സാധ്യതയുള്ളത്, ഈ 2 ടാൻജന്റ് ലൈനുകൾ സെയിം ആയതുകൊണ്ട് അതിങ്ങനെ ആ സെയിം ലൈനിലായിരിക്കും വരുന്നത്. ഇതിനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. ഈ എക്സ് ഡബിൾ എൻ്റർ അടിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കിതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ലൈനാണ് നമ്മൾ ടാൻജന്റ് ആയിട്ട് കൊടുത്തത്. അപ്പം അങ്ങനെയല്ല, ഇപ്പോൾ 2 സർക്കിളുകൾ നമ്മൾ വരച്ചു. ഇപ്പം സെൻട്രൽ റേഡിയസ് എടുത്ത് ഞാനൊരു സർക്കിളും കൂടെ വരച്ചു. ഇനി ഈ 2 സർക്കിളും ടാൻജന്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. സി ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. ടാൻ റേഡിയസ് എടുത്തു. ഫസ്റ്റ് ടാൻജന്റ് പോയിന്റ് ഇതും സെക്കൻഡ് ടാൻജന്റ് പോയിന്റ് ഇതും കൊടുത്തു. റേഡിയസ് 25 കൊടുത്ത് വരയ്ക്കുകയാണെങ്കിൽ സർക്കിൾ ഡു നോട്ട് എക്സിസ്റ്റ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് അങ്ങനെ ആ ഒരു വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് 2 സർക്കിളുകൾ വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു അലൈൻഡ് എന്നുള്ള ലെങ്ത് എടുത്തു. ഇതിനിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ.
ആ ഡിസ്റ്റൻസിനേക്കാളും കൂടുതൽ വാല്യൂ ഡയമീറ്റർ കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഡയമീറ്റർ ആയിട്ട് കൊടുക്കേണ്ട വാല്യൂ ഒരു നമുക്കൊരു 300 എന്നൊരു വാല്യൂ കൊടുക്കാം. അപ്പോൾ ഞാൻ സി ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു, ടാൻ റേഡിയസ് കൊടുത്തു, ഫസ്റ്റ് സർക്കിൾ സെക്കൻഡ് സർക്കിൾ ഒരു പോയിന്റും കൊടുത്തു, റേഡിയസ് ഞാനൊരു 300 കൊടുക്കുക. ഡയമീറ്റർ ഞാനൊരു റേഡിയസ് 300 എന്ന് കൊടുത്തു. അപ്പോൾ ഡയമീറ്ററിൻ്റെ കേസ് വരുമ്പോൾ 600 എന്ന് വാല്യൂ കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ദാണ്ട് ഈ രീതിയിൽ സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ആവും. ഇത് നോക്കുവാണെങ്കിൽ ഈ രണ്ട് സർക്കിളിലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ സർക്കിൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സി ടൈപ്പ് ചെയ്തു, ഞാൻ ഈ ടാൻ റേഡിയസ് തന്നെ എടുത്തു, ഫസ്റ്റ് സർക്കിൾ സെക്കൻഡ് സർക്കിൾ വാല്യൂ ഞാനൊരു ഇതുപോലെ 600 തന്നെ കൊടുത്തു. അപ്പോൾ ഞാൻ പോയിന്റ് ഇവിടെയാണ് കൊടുത്തത്. അപ്പോൾ ആ രണ്ട് പോയിന്റുകളിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ കിട്ടുവാണെങ്കിൽ ഈ രീതിയിലായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇപ്പം രണ്ട് ടാൻജന്റ് പോയിന്റുകളെ സ്പെസിഫൈ ചെയ്ത് നമുക്ക് വരയ്ക്കണമെങ്കിലാണ് ഈ ടാൻ റേഡിയസ് എന്നുള്ള ഓപ്ഷൻ അവിടെ യൂസ് വരുന്നത്. ഇനി അതല്ല, എനിക്കിപ്പം ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ പോലെ വരച്ചേക്കുക. അപ്പോൾ ഈ 3 ലൈനുകളും ടാൻജന്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ എനിക്ക് അവിടെ വേണമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ടാൻ എന്നുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഈ ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്ന ഈ ഓപ്ഷൻ എടുത്തു, എന്നിട്ട് ഫസ്റ്റ് ടാൻജന്റ് ലൈൻ ആയിട്ട് ഇത്, സെക്കൻഡ് ടാൻജന്റ് ലൈൻ ഇത്, തേർഡ് ടാൻജന്റ് ലൈൻ ഇത് കൊടുത്തു. അപ്പോൾ നമ്മൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ 3 ലൈനുകളും ടാൻജന്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ എവിടെയാണോ വരാൻ സാധ്യതയുള്ളത് ഇത് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇത് തന്നെ ഇപ്പോൾ കമാൻഡ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെയായിരുന്നു കോപ്പി എടുത്തു ഇങ്ങോട്ട് നീക്കിയിട്ടു. നമുക്ക് കമാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ സി ടൈപ്പ് ചെയ്യാൻ അടിക്കുക, ടാൻ എന്ന് ടൈപ്പ് ചെയ്യുക, TAN, എന്നിട്ട് സ്പേസ് പ്രസ് ചെയ്താൽ ടാൻ 2 എന്നാകും. നമ്മൾ ഫസ്റ്റ് പോയിന്റ് കൊടുത്തു, വീണ്ടും ടാൻ ടൈപ്പ് ചെയ്തു, സ്പേസ് കൊടുത്തു, സെക്കൻഡ് പോയിന്റ് കൊടുത്തു, വീണ്ടും ടാൻ ടൈപ്പ് ചെയ്യുക, സ്പേസ് എൻ്റർ ചെയ്യുക, അപ്പോൾ ടാൻ 2 എന്നാകും. സി ടൈപ്പ് ചെയ്തു, അത് വീണ്ടും ആദ്യം തൊട്ട് ഒന്നുകൂടെ ചെയ്യാം, ടാൻ സ്പേസ് കൊടുത്തിട്ട് ഫസ്റ്റ് ലൈൻ കൊടുത്തു, അടുത്തത് ടാൻ ടൈപ്പ് ചെയ്തു, സ്പേസ് കൊടുത്തു, സെക്കൻഡ് പോയിന്റ് കൊടുത്തു, വീണ്ടും ടാൻ ടൈപ്പ് ചെയ്തു, സ്പേസ് കൊടുത്തു, തേർഡ് പോയിന്റ് കൊടുത്തു. നമുക്ക് ഈ ടാൻ 2 എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്തു, അടുത്തത് ടാൻ 2 കൊടുത്തു, അപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത്. അപ്പോൾ നമ്മൾ സി ടൈപ്പ് ചെയ്ത് എന്നിട്ട് ഈ 3P എന്നുള്ള ഓപ്ഷൻ എടുത്തു, എന്നിട്ട് വേണം ഈ പറഞ്ഞ ടാൻ സ്പേസ് എന്ന് കൊടുത്തിട്ട് ഫസ്റ്റ് ലൈൻ കൊടുത്തു, അടുത്ത സെക്കൻഡ് പോയിന്റ് വയ്ക്കുമ്പോഴും ടാൻ സ്പേസ് കൊടുത്തിട്ട് സെക്കൻഡ് പോയിന്റ് കൊടുത്തു, തേർഡ് പോയിന്റ് വയ്ക്കുമ്പോഴും ടാൻ സ്പേസ് കൊടുത്തിട്ട് തേർഡ് പോയിന്റ് കൊടുക്കുക. ഒന്നിൽ നമുക്ക് ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ടാൻ എന്നുള്ള എടുക്കാം, അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ആദ്യം സി ടൈപ്പ് ചെയ്യുക, 3P എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് വേണം ഈ പറഞ്ഞ ടാൻ സ്പേസ് കൊടുത്തിട്ട് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് പോയിന്റ് വയ്ക്കുമ്പോൾ ടാൻ സ്പേസ് കൊടുത്തിട്ട് സെക്കൻഡ് പോയിന്റ് കൊടുത്തു, ടാൻ സ്പേസ് കൊടുത്തിട്ട് തേർഡ് പോയിന്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് സർക്കിളിനകത്ത് ഈ പറഞ്ഞ 6 മെത്തേഡുകൾ യൂസ് ചെയ്താണ് നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഏതാണെന്നനുസരിച്ച് ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം. മെയിനായിട്ടും കൂടുതലും കേസിൽ നമുക്ക് യൂസ് വരുന്നത് സെൻറ്റർ റേഡിയസ്, സെൻറ്റർ ഡയമീറ്റർ, പിന്നെ 2 പോയിന്റ് 3 പോയിന്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കേസിൽ നമുക്ക് ആവശ്യം വരുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ചില സ്പെസിഫിക് ആയിട്ട് ഇപ്പം ഒരു സർക്കിളിനെ ടച്ച് ചെയ്ത് മാത്രമായിട്ടൊക്കെ പോകണമെങ്കിലാണ് ഈ ടാൻജന്റ് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇപ്പോൾ ഈ സർക്കിളിൻ്റെ എല്ലാ വീഡിയോസും ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തേക്കാം. ഓക്കെ ദെൻ, താങ്ക് യു.